നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചന്ദ്രൻ സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചിങ്ങത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ തന്നെ സൂര്യചന്ദ്ര ദേവന്മാരുടെ അനുഗ്രഹമായിരിക്കും വലിയ തോതിൽ ചില നക്ഷത്രക്കാർക്ക്, ചില രാശിക്കാർക്ക് ലഭിക്കുവാനായി പോകുന്നത്. ഒരു ജീവിതത്തിൽ ഭഗവാൻ സൂര്യൻ്റെയും അതേപോലെ ചന്ദ്രൻ്റെയും അനുഗ്രഹം പൂർണ്ണതോതിൽ ലഭിക്കുകയാണെങ്കിൽ തന്നെ ആ ജീവിതം ധന്യമാകുന്നുണ്ട്. കാരണം ഗ്രഹങ്ങളുടെ നേതാവ്, ഗ്രഹങ്ങളുടെ രാജാവ് എന്നീ സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കുന്ന ഗ്രഹമാണ്, ദേവനാണ് സൂര്യദേവൻ. ഈ സൂര്യദേവൻ തന്നെ ചിങ്ങത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സൂര്യചന്ദ്ര ദേവന്മാരുടെ ഒരു സംയോഗം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലമായി കാര്യസിദ്ധി യോഗവും സൗഭാഗ്യലക്ഷ്മി യോഗവുമാണ് സിദ്ധിച്ചിരിക്കുന്നത്. ചില രാശിക്കാരുടെ ജീവിതത്തിലേക്ക് സൂര്യചന്ദ്ര ഈ ദേവന്മാരുടെ ഉഗ്ര ഭാഗ്യശാലികളായ, ഭാഗ്യം തരാൻ കഴിവുള്ള ദേവന്മാരാണ് ഒരുമിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കാര്യസിദ്ധി യോഗവും സൗഭാഗ്യലക്ഷ്മി യോഗവും ചില രാശിക്കാരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങളാണ് തരുവാനായി പോകുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വളരെ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നെത്താൻ പോകുന്നതെന്നും അവർ ചെയ്യേണ്ട ഒരു ചെറിയ വഴിപാട് കൂടിയുണ്ട്, അതിനെക്കുറിച്ച് കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇന്നത്തെ പോലെ ഇന്നും പറയുകയാണ്. അപ്പോൾ സൂര്യചന്ദ്ര ദേവന്മാരുടെ അനുഗ്രഹം നിമിത്തം കാര്യസിദ്ധി യോഗവും സൗഭാഗ്യലക്ഷ്മി യോഗവും ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ രാശിക്കാർ ആരൊക്കെയെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ രാശി തന്നെ ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ സമയമാണ് സൂര്യചന്ദ്ര ദേവന്മാരുടെ സംയോഗം നിമിത്തം ഉണ്ടായിരിക്കുന്നത്. കാര്യസിദ്ധി യോഗമാണ് സിദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ കാര്യസിദ്ധി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, എന്ത് കാര്യം ആഗ്രഹിച്ചാലും അതിനൊരു അനുഗ്രഹം ലഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കാര്യവും പൂർത്തീകരിക്കാൻ സാധിക്കും. ഏത് കാര്യവും ഞാനത് ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നതിനകത്തല്ല അർത്ഥം, അത് പൂർത്തീകരിക്കുന്നതിനകത്താണ് അർത്ഥമുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യസിദ്ധി യോഗം സിദ്ധിച്ചതിനാൽ തന്നെ നിങ്ങൾ ഏത് കാര്യം തുടങ്ങിയാലും അത് പൂർത്തീകരിക്കാൻ സാധിക്കും. ഒരുപാട് ആളുകളുണ്ട് വീട് പണി തുടങ്ങിയിട്ട് അത് പകുതി വഴിക്ക് സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ട് കാരണം പാതി വഴിക്കായി ഇനി മുന്നോട്ട് എങ്ങനെ എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്തുകൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഗ്രഹങ്ങളുടെ ഈ മാറ്റം നിമിത്തം ആദ്യം ഓടിച്ചാടി അങ്ങ് തുടങ്ങും, പക്ഷേ പിന്നീട് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ ഇങ്ങനെ പണിതീരാത്ത വീട് പോലെ കിടക്കുന്നുണ്ട്. എത്ര മനപ്രയാസം അതിൻ്റെ പിന്നിൽ അവർ അനുഭവിക്കുന്നുണ്ടെന്ന് അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കാര്യസിദ്ധി യോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ എന്ത് തുടങ്ങിയാലും അത് പൂർത്തീകരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി സൂര്യചന്ദ്ര ദേവന്മാരുടെ അനുഗ്രഹം നിമിത്തം നമ്മൾക്ക് സിദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ പറ്റിയ സമയമാണ്. നിങ്ങളുടെ ഉള്ളിൽ ചില ആളുകൾക്ക് വളരെ നാളായി ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ നല്ല സമയമാണ്. കാരണം നിങ്ങളുടെ കയ്യിലേക്ക് ധനം വരികയും നിങ്ങൾക്ക് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ളൊരു ഭാഗ്യം കൂടിയാണ്. കാര്യസിദ്ധി യോഗമാണ് ഈ സമയത്ത് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ മനോകാമനകളുണ്ടോ അതൊക്കെയും പൂർത്തീകരിക്കപ്പെടേണ്ട സമയം കൂടിയാണ്. പുതിയ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള, ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പുതിയ വർക്കുകൾ ലഭിക്കാനും അതിൽ നിന്ന് മേന്മയും ശോഭയും നേട്ടവും പ്രശസ്തിയും ഒക്കെ നിങ്ങളെ തേടി എത്താനുമുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. കർമ്മ നേട്ടം, നിങ്ങൾ ഏത് മേഖലയിലാണോ കർമ്മം ചെയ്ത് ധനം ഉണ്ടാക്കുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും സാമ്പത്തികമായ ഒരു ഉയർച്ച, അടിത്തറയൊക്കെ നിങ്ങൾക്ക് പടുത്തെടുക്കാൻ കഴിയുന്ന നിങ്ങൾ നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിച്ച് ജോലി ചെയ്യുന്ന എല്ലാവരും നോക്കുമ്പോൾ ഞാൻ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ, പക്ഷേ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടോ, കിട്ടുന്നില്ല. അതെന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ ഗ്രഹങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുന്നില്ല. അതായത് നമ്മൾ ജോലി കിട്ടി വീട്ടിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാതി അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളത്. പക്ഷേ അവർക്കൊക്കെയും ഇനിയൊരു മാറ്റം വരാൻ പോകുന്ന സമയത്തിനാണ് ഇവിടെ നാന്ദി കുറിച്ചിരിക്കുന്നത്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒക്കെയും വളരെ നല്ല സമയമാണ് വിജയം കരസ്ഥമാക്കാൻ. കാരണം സൂര്യചന്ദ്ര ദേവന്മാരുടെ സംയോഗം നിമിത്തം കാര്യസിദ്ധി സൗഭാഗ്യലക്ഷ്മി യോഗങ്ങളാണ് ഇവിടെ സംജാതമായിരിക്കുന്നത്. കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് ഒഴിഞ്ഞു മാറി, അതായത് ഇതുവരെ കടബാധ്യത അനുഭവിച്ചില്ല, ഇനി അതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്ന സമയമാണ് തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ ജോലിയുടെ ആവശ്യത്തിനോ വിദ്യാഭ്യാസ കാര്യത്തിനോ ഒക്കെയായി ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊണ്ട് സാങ്ഷൻ ആവാതിരിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കാനും അതുവഴി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടത്തിയെടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു സമയമാണ്. ഇനി കൃഷി ചെയ്യുന്നവരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കൃഷി ലാഭത്തിലെത്തുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്ക് ഉയർന്ന മാർഗോടുകൂടി വിജയം
വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സമയത്തിനാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത്, വിദ്യാർത്ഥികളുടെ പ്രവർത്തന മേഖല ഏതാ? വിദ്യാഭ്യാസം ചെയ്യുക എന്നതാണ്. അപ്പോൾ അത് കർമ്മം ചെയ്യുന്നവരുടെ പ്രവർത്തന മേഖല ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തിൽ ശോഭിക്കുക എന്നതാണ്. അപ്പോൾ ഈ ചിങ്ങം രാശിക്കാർക്ക് ഈ 3 നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് വളരെ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. സൂര്യ ചന്ദ്ര ഗ്രഹങ്ങളുടെ ഈ സംയോഗം നിമിത്തം കാര്യസിദ്ധി സൗഭാഗ്യലക്ഷ്മി യോഗത്താൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നല്ല സമയമാണ്. ഒരു പരിഹാരം കൂടിയുണ്ട്, ഒരു ചെറിയ പരിഹാരമാണ്. വളരെ വിലയുള്ള അല്ലെങ്കിൽ വളരെ ചിലവേറിയ കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ നാൾ വരുന്ന ദിവസം നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ശ്രേഷ്ഠകരമായത്. അത് വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അടുത്ത രാശി ഇടവം, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകയിരം ആദ്യ പകുതി വരുന്ന നക്ഷത്രക്കാർക്ക് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ ശോഭിക്കാൻ, അതായത് കലാകായിക രംഗങ്ങളിൽ തങ്ങളുടേതായ കഴിവുകൾ കാഴ്ചവെക്കുന്നുണ്ട്. പക്ഷേ പ്രശസ്തികൾ ലഭിക്കുന്നില്ല, ലോകം അറിയപ്പെടുന്നില്ല എന്നുള്ള വിഷമിക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. വളരെ മികവേറിയ കലാകാരന്മാരും കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ അവർക്കൊക്കെയും അവരുടേതായ സമയം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ലോകം അറിയാൻ, തങ്ങളുടെ കഴിവുകൾ ലോകത്തേക്ക് അറിയിക്കാൻ വേണ്ടിയുള്ള ഭാഗ്യസമയമാണ് എത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി വളരെ ഉയർച്ച ഉണ്ടാവുകയും അംഗീകാരങ്ങൾ തേടിയെത്തി, അങ്ങോട്ട് പോയി പറയണ്ട ഞാൻ ഇത്രയും കഴിവുള്ളവനെ എനിക്ക് അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരിതപിച്ചിരിക്കേണ്ട. നിങ്ങൾക്ക് അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്നത്, നിങ്ങളുടെ അർഹമായ അംഗീകാരം നിങ്ങളെ തേടിയെത്തുന്ന സമയത്തിനാണ് തുടക്കമായിരിക്കുന്നത്. ലാഭത്തിൻ്റെ സമയമാണ്, നേട്ടത്തിൻ്റെ സമയമാണ്. പക്ഷേ തർക്കങ്ങളിൽ നിന്നൊക്കെ ഒഴിയാനൊന്ന് ശ്രമിക്കുക. അതായത് ഈ ഒരു സമയത്ത് കഴിവതും വാക്ക് തർക്കങ്ങളിൽ, അത് ആരുമായിട്ടോ, അത് അച്ഛനും അമ്മയുമായിട്ടായിട്ട് സഹോദരങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടോ ആരുമായിട്ട് തമാശയ്ക്കായിരിക്കും ചിലപ്പോൾ ചിലത് തുടങ്ങുന്നത്. പക്ഷേ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ളൊരു സാധ്യത ഈ സമയത്തുണ്ട്. അതാണ് ഇതിനകത്തൊരു നെഗറ്റിവിറ്റി എന്ന് പറയാനുള്ളത്. തർക്കങ്ങളിലോ വഴക്കുകളിലോ ഒന്നും ചെന്ന് ചാടാതിരിക്കാനായി ശ്രദ്ധിക്കുക. അച്ഛനമ്മമാരുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായി ശ്രദ്ധിക്കുക. അപ്പോൾ അവർക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം ഭഗവാനേക്കാൾ മുമ്പിൽ പ്രസാദിപ്പിക്കേണ്ടത് അച്ഛനെയും അമ്മയാണ്. കാരണം അവരുടെ അനുഗ്രഹമാണ് ഏവർക്കും അത്യാവശ്യമായി വേണ്ടുന്നത്. മുതിർന്നവരുടെ അനുഗ്രഹം നിമിത്തം നിങ്ങൾക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കൂടി സാധിക്കുന്ന ഒരു സമയമാണ്. വിദ്യാവിജയവും സാമ്പത്തിക ഉന്നതിയും പലവിധ ഭാഗ്യങ്ങളും നിങ്ങളെ തേടി എത്തുന്ന ഒരു സമയത്തിനാണ് സൂര്യചന്ദ്രദേവന്മാരുടെ ഈ സംയോഗം നിമിത്തം കാര്യസിദ്ധി യോഗം, സൗഭാഗ്യലക്ഷ്മി യോഗം എന്നിവയാൽ നിങ്ങൾക്കിപ്പോൾ വന്ന് ഭവിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയം ഒരു ചെറിയ വഴിപാട് കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞു തരാം. വീഡിയോ ലാസ്റ്റ് വരെ നിങ്ങളൊന്ന് കാണുക, അവസാനം തന്നെ പറഞ്ഞു തരുന്നതാണ്. അടുത്ത രാശി കർക്കിടകമാണ്. പുണർന്ന അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഒത്തൊരുമയോടുകൂടി വീണ്ടും ആ ഒരു സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സമയത്തിനാണ് സൂര്യചന്ദ്രഗ്രഹങ്ങളുടെ ഈ ഒരു സംയോഗം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിച്ചിരിക്കുന്നത്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യത്തിനും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അതായത് നമ്മൾ എത്രത്തോളം വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു പിന്തുണ, ഒരു ധൈര്യം, അവർ നമ്മുടെ ഒപ്പം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു ധൈര്യമാകുന്നുണ്ട്. അല്ലാതെ ഞാൻ അങ്ങനെ പോയിക്കോളാം, ഞാൻ എങ്ങനെ, എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ പിന്തുണ നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നൊരു ആഗ്രഹമില്ലാത്ത മനുഷ്യരാരും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിനി എന്ത് കാര്യത്തിന് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്ന സമയമാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയമാണ്. കുടുംബ അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയം, പ്രശസ്തി ഉണ്ടാകുന്ന, അതായത് നിങ്ങളാൽ നിങ്ങളുടെ കുടുംബത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാകേണ്ട സമയത്തിലേക്കാണ് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. സന്തോഷമുണ്ടാകും, ജോലിയിൽ നേട്ടമുണ്ടാകും, വിദ്യാവിജയം, മേന്മ, വിദേശവാസം, ഇതൊക്കെയും സൂര്യചന്ദ്രഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. സത്പുത്ര ലബ്ധിക്ക് കൂടി ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. മറ്റുള്ളവരോട് കരുണയോടും ദയയോടും സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. അതായത് എടുത്തു ചാടി മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാതെ നമ്മൾ പറയുന്ന മാത്രം ശരിയെന്ന ഒരു മിഥ്യാധാരണയോടുകൂടി ആരുടെയും കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാതിരിക്കും. എപ്പോഴും മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറുക. നമ്മളുടെ മനസ്സ് കലുഷിതമായി കടൽ പോലെ കിടന്ന് അലതല്ലുകയാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അതേ വൈരാഗ്യം, ദേഷ്യം അവരോട് പ്രകടിപ്പിക്കുകയായിരിക്കും. കാരണം നിന്നിലും എന്നിലും എല്ലാം ഉള്ളൊരു ദൈവിക ചൈതന്യമാണ്. നമ്മളുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടോ എന്നൊന്നും വേറൊരാൾ അറിയുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അവരോട് എടുത്തു ചാടി ദേഷ്യത്തിൽ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു വികാരം വ്രണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ വാക്കുകൾ പറയാറ്, അല്ലെങ്കിൽ മനസ്സിലെങ്കിലും അവരെന്നോട് അങ്ങനെ പറഞ്ഞുവല്ലോ എന്നൊരു ചിന്തയിലേക്ക് എത്തുമ്പോൾ അത് നമ്മൾക്ക് നെഗറ്റീവ് ദോഷമായി ഭവിക്കും. എന്തിനങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു? അതുകൊണ്ട് ഈ എല്ലാ ഭാഗ്യവും ഈ
സമയത്ത് നിങ്ങൾക്കുണ്ട്. ഈ ഒരു തെറ്റ് നിമിത്തം, അതായത് നമ്മൾ പറയാം നല്ല ശുദ്ധമായ ഒരു പാലിൽ ഒരു തുള്ളി വിഷം വീണാൽ മതി ആ പാൽ അശുദ്ധമായി അല്ലെങ്കിൽ ആ പാല് വിഷമയമായി മാറാൻ. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാഗ്യം സിദ്ധിച്ച ഒരു സമയത്തിൽ നിൽക്കുമ്പോൾ എന്തിനൊരു ചെറിയ തെറ്റ് നിമിത്തം, അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ദേഷ്യമൊക്കെ ഉണ്ട് നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ആരോടും ആ ദേഷ്യം കാണാതെ ആ ശാന്തമായിട്ടുള്ള സംസാരം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധു സമാഗമം ഉണ്ടാകുന്ന സമയമാണ്. ചില ബന്ധുക്കളുണ്ട് വഴക്കും പ്രശ്നവുമൊക്കെ അകന്നു നിൽക്കുന്നത്, അവർ വീണ്ടും നിങ്ങളിലേക്ക് അടുത്ത് വരാൻ ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. അപ്പോൾ ആ പണ്ട് നടന്ന വിഷയങ്ങളിൽ വെച്ച് അവരോട് ദേഷ്യമായി പെരുമാറാനൊന്നും ശ്രമിക്കാതിരിക്കുക എന്നതുകൊണ്ടാണ് ഇത് കൂടുതലായി വീണ്ടും പറഞ്ഞു തരുന്നത്. കടബാധ്യതയിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു സമയത്തിന്, അതായത് കടബാധ്യതയാൽ ഉണ്ടായിരുന്ന വിഷമങ്ങളിൽ നിന്നൊക്കെയും മോചനം ലഭിക്കുന്ന ഒരു സമയത്തിന് കൂടിയാണ് ഇപ്പോൾ നാന്ദി കുറിച്ചിരിക്കുന്നത്, സൂര്യചന്ദ്രഗ്രഹങ്ങളുടെ സംയോഗം നിമിത്തം. അപ്പോൾ ചെറിയൊരു വഴിപാട് കൂടി നിങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞു. അതെന്താണെന്ന് കൂടി പറഞ്ഞു തരാം. സർവ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും നാഥനാണ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ, ദേവാദിദേവനായ പരമേശ്വരൻ, മഹേശ്വരൻ. അതുകൊണ്ട് തന്നെ ശിവഭഗവാനെ ആരാധിച്ചാൽ മതി, എല്ലാ ദൈവങ്ങൾക്കുമുള്ള ആ ഒരു ആരാധനയായി അത് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ശ്രീ പരമേശ്വരന്, മഹാദേവന് ഏറ്റവും പ്രിയങ്കരമായ ഒന്നാണ് ധാര കഴിപ്പിക്കുക. നിങ്ങൾ ധാര കഴിപ്പിക്കുക. അതും തിങ്കളാഴ്ച ദിവസം കഴിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ശുദ്ധജലം കൊണ്ടും ധാര കഴിപ്പിക്കുക. അതേപോലെ തന്നെ കരിക്ക് കൊണ്ടും ധാര കഴിപ്പിക്കാവുന്നതാണ് ധാര. അപ്പോൾ ഇവയിൽ ഏത് കൊണ്ടും ശിവന് ധാര കഴിപ്പിക്കുന്ന നിമിത്തം ഭയങ്കര ഐശ്വര്യവും ജീവിതത്തിൽ സമൃദ്ധിയും ഒക്കെയുമായിരിക്കും ലഭിക്കുന്നത്. ഈ ധാര കഴിച്ചതിന് ശേഷം ആ തീർത്ഥം നമ്മൾക്ക് സേവിക്കാവുന്നതുമാണ്. കുടുംബത്തിന് അഭിവൃദ്ധിയും സമ്പത്തും സമൃദ്ധിയും, നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു എടുത്തുചാട്ടം, അങ്ങനെ ഒരു പ്രകൃതമുള്ളവരൊക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ ഒരു മോചനവും ശാന്തതയും ഒക്കെ ലഭിക്കുന്നതിന് ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ വേറെ വലിയ ചിലവുകളൊന്നുമില്ല. ഭഗവാൻ മഹേശ്വരൻ മുഖ്യ ആരാധനയായിട്ടുള്ള ക്ഷേത്രത്തിൽ ചെന്ന് ശിവന് ധാര കഴിപ്പിക്കുക. അത് ശുദ്ധജലധാര കഴിപ്പിക്കാം, അതേപോലെ തന്നെ കരിക്ക് കൊണ്ടും ധാര കഴിപ്പിക്കാവുന്ന. അതിനുശേഷം അത് നിങ്ങൾ സേവിക്കുകയും ചെയ്താൽ മാത്രം മതി. ഏറ്റവും ശുഭകരമായ അനുഭവങ്ങളായിരിക്കും ജീവിതത്തിൽ സിദ്ധിക്കുവാനായി പോകുന്നത്.